ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 20ഓളം ചെറുള്ളി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് 2 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ എല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കാം. കുറച്ച് വേപ്പില ചേർക്കാം. ഇത്തിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നാടൻ കോഴിയുടെ പീസസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നാടൻ കോഴി 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1/4 വേവാകുമ്പോൾ നമുക്ക് ഗരം മസാല 1/2 ടീസ്പൂണും ചേർക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 കപ്പോളം നാളികേരം ചെറുകിയതും ചേർത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ആ അരപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് അവസാനം കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.